ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നിവേദനത്തിന് അമിത്ഷാ കൊടുത്ത മറുപടിയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഒപ്പം ഹൈക്കോടതി നാളെ സംസ്ഥാനത്തിന് എത്ര തുക വേണം എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് പറയുന്നു. കേന്ദ്രം എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമാക്കണം. നാളെ ഇക്കാര്യത്തിലൊരു ക്ലാരിറ്റി വന്നേക്കാനാണ് സാധ്യത. പക്ഷേ അപ്പോഴും കേരളം വൈകിപ്പിച്ചുവെന്ന് കേന്ദ്രം പറയുന്നു. കേരളം മെമ്മോറാണ്ടവും അസസ്മെൻറ്റ് റിപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് കേന്ദ്രം വൈകിപ്പിക്കുമെന്ന് കേരളവും പറയുന്നു. വയനാടിനെ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തബാധിതരെ വലയ്ക്കുകയാണോ? എന്താ സംശയം? ചൂരൽ മുണ്ടക്കൈ ദുരന്തബാധിതർ അവർ ഈ നിമിഷവും വലിയ ദുരിതത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ലല്ലോ. ഇന്നിപ്പോൾ നാളെ കോടതിയിൽ ഈ കണക്കുകൾ രണ്ടു കൂട്ടരും പറയുമ്പോൾ വ്യക്തത വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് ഒരു കാര്യത്തിൽ വ്യക്തത ഓൾറെഡി ഉണ്ടല്ലോ. 2220 കോടിയാണല്ലോ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ സഹായമായിട്ട്. അപ്പം അത്രയും തുക ആവശ്യമാണെന്ന് കേരളം കേന്ദ്രത്തോട് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യത്തിലാണ് വ്യക്തത യഥാർത്ഥത്തിൽ വരേണ്ടത്. അത് കേന്ദ്രം എത്ര രൂപ നൽകാൻ തീരുമാനിക്കുന്നു എന്നൊരു കാര്യം കോടതിക്ക് മുമ്പാകെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്ര അൺഫോർച്ചുനേറ്റ് ആണ് ഒരു കോടതിക്ക് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഇതൊരു നിയമപ്രശ്നമാക്കി മാറ്റി. എന്താണ് ഇപ്പോൾ കോടതി പറഞ്ഞത്? ഇതൊക്കെ ടെക്നിക്കലായിട്ട് പറയേണ്ട കാര്യങ്ങളാണോ? സാങ്കേതികത്വത്തിൽ കുടുങ്ങിക്കിടക്കേണ്ട മനുഷ്യരാണോ ഈ വയനാട്ടിലെ ഈ ദുരന്തബാധിതർ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കേന്ദ്രം കേരളത്തെ പഴി പറയുന്നു, കേരളം കേന്ദ്രത്തെ പഴി പറയുന്നു. ഇങ്ങനെ പരസ്പരം പഴിചാരുന്നതിനിടയിൽ ആയിരക്കണക്കിന് മനുഷ്യർ വയനാട്ടിൽ അവരുടെ ദുരിതത്തിൽ അതിൻ്റെ ദുഃഖം മാത്രമല്ല എല്ലാ ദിവസവും അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രതിസന്ധിയിലായിരിക്കും ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിനകത്തൊരു തർക്കവുമില്ലല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് തന്നെ 1000-ഓളം ആളുകൾക്ക് 10,000 രൂപയുടെ ഒരു അടിയന്തര സഹായം എത്തിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ കൊടുത്തു. ഏതാണ്ട് 3 മാസത്തോളം ഓരോ കുടുംബത്തിനും 300 രൂപ വീതം കൊടുത്തു. ഏതാണ്ട് 800 ഒരു ദിവസം 300 രൂപ വെച്ച് 3 മാസത്തോളം ആ പൈസ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 850ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോഴും 6000 രൂപ വെച്ചിട്ട് ഒരു മാസം വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില കാര്യങ്ങൾ സർക്കാർ ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. തിരിച്ചിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? ഞങ്ങൾ NDRFന് വിട്ടതിൻ്റെ ചിലവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, എയർഫോഴ്സിന് വിട്ടതിൻ്റെ ചിലവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ബെയിലി പാലം പണിതതിൻ്റെ ചിലവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രാഥമികമായ കാര്യങ്ങളാണ്. എന്നാൽ കേന്ദ്രത്തിനും കേരളത്തിനും കൂട്ടുത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ട്. കാരണം ആയിരക്കണക്കിന് മനുഷ്യർ ഈ നിമിഷവും ദുരിതത്തിൽ തന്നെയാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ്. നമുക്ക് സമ്മതിക്കാം, പുനരധിവാസം എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്നൊരു പരിപാടിയല്ല. പുനരധിവാസം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ഈ മനുഷ്യർ മരിച്ചു, അതിനുശേഷം ആയിരക്കണക്കിന് വീടുകൾ തകർന്നു, അവിടുത്തെ ആരാധനാലയങ്ങളില്ലാതായി, കളിസ്ഥലങ്ങളില്ലാതായി, റോഡുകളില്ലാതായി, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ആ സ്ഥലത്ത് പൂർണ്ണമായും സംഭവിച്ചപ്പോഴത്തേക്കും എന്താണ് നമ്മൾ തീരുമാനിച്ചത്? ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാം എന്നാണ് തീരുമാനിച്ചത്. ആ ടൗൺഷിപ്പ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം, അതിനൊരു എസ്റ്റിമേറ്റ് വേണം. അപ്പോൾ ഇതൊക്കെ കണക്കാക്കി ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടി തന്നെയാണ്. അപ്പോഴും ഈ മനുഷ്യരുടെ ദുരിതം അവസാനിപ്പിക്കാൻ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. ഈ നിമിഷവും നമുക്കറിയാമല്ലോ, ഒരു പുനരധിവാസ പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടില്ല, ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടില്ല. 2 എസ്റ്റേറ്റുകൾ സർക്കാർ എടുത്ത് അപ്പം തന്നെ കോടതിയിലേക്ക് പോയി. ഈ രീതിയിലൊക്കെ ഉള്ള പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാണ് നമ്മൾ കിട്ടേണ്ട സഹായത്തെക്കുറിച്ചും നമ്മൾ മുടക്കേണ്ട പണത്തെക്കുറിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഇരുന്നുകൊണ്ട് ഈ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാൻ കേട്ടോ, ഒരു പ്രശ്നമില്ല. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ സ്വന്തം വീട് നഷ്ടപ്പെട്ട്, ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് ഒക്കെ ദുരിതത്തിൽ കഴിയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അവരുടെ കണ്ണീരൊപ്പാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുമുണ്ട്, സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഇവിടുത്തെ തർക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന എത്രത്തോളം രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. 2219 കോടി രൂപയുടെ 2220 കോടി രൂപയുടെ ഒരു ആവശ്യവുമായിട്ടാണ് നമ്മൾ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് വളരെ വൈകിട്ടാണ് ഈ പറയുന്ന പ്രോജക്റ്റുമായിട്ട് കേരളം എത്തിയിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ആഗസ്റ്റ് 10-ാം തീയതി പ്രധാനമന്ത്രി വന്ന് നേരിട്ട് ഈ ദുരിതം സംഭവിച്ച മേഖലയൊക്കെ കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹം എന്തും കൈയഴിച്ച് സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്റർ മിനിസ്റ്റീരിയൽ സംഘം വന്നു, അവരവിടുത്തെ അസസ്മെൻറ്റ് നടത്തി. ഇതിനുശേഷം ആഗസ്റ്റ് 17-ാം തീയതി ഇവിടുന്ന് ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തു. പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നവംബർ 13-ാം തീയതി കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായ കാര്യങ്ങളും അതിനിടയിൽ രാഷ്ട്രീയക്കാരുടെ വരവും പോക്കുമൊക്കെ സംഭവിക്കുന്നുണ്ട്, മന്ത്രിതല സംഘങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് 4 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുന്നത്. ഈ നിമിഷം വരെ ഒരു പുരോഗതി അക്കാര്യത്തിനകത്തുണ്ടായില്ല. അത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു ആക്റ്റാണ് കേട്ടോ. അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും വീഴ്ച വന്നാലും. ഇപ്പം ഞാൻ പറയുന്നത്, ഈ പറയുന്ന സാങ്കേതികത്വത്തിൽ കുടുങ്ങിയാണോ ഇത്തരം സഹായങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ സാങ്കേതികത്വം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ ചേർന്നിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളാണല്ലോ. ഈ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ലെവൽ 3-ൽ ഇത് പ്രഖ്യാപിക്കണം, ഈ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാവശ്യം അവരെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ. ആ ഒരൊറ്റ തീരുമാനം എടുത്താൽ തന്നെ ഈ പ്രശ്നത്തിൽ ഒരുപാട് പരിഹാരങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനങ്ങളെടുത്ത് ഈ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നതാണ്. ആ സഹായം എന്തുകൊണ്ടോ സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേന്ദ്രത്തിൽ നിന്നുള്ളൊരു അവഗണനയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമുണ്ടല്ലോ, CMDRF ഉണ്ട് അല്ലേ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി
നിധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 1700 കോടി രൂപയുണ്ട് എന്നാണ് അവസാനത്തെ വിവരാവകാശ രേഖ പറയുന്നത്. 1700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. അത് ചിലവഴിക്കുന്നതിന് ഒരു മാനദണ്ഡവും ബാധകമല്ല. അത് സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ 500 കോടിയിലേറെ രൂപ വന്നിരിക്കുന്നത് വയനാടിനെ സഹായിക്കാൻ വേണ്ടി ആളുകൾ സംഭാവന ചെയ്തിരിക്കുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസ എടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കൂടാ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള LDF മാർച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ കേരളം വയനാടിനെ ഞങ്ങളോട് ചേർത്ത് നിൽക്കും, ഞങ്ങൾ വേണ്ടത് ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഈ പൈസയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് കൂടാതെ SDRFിൽ ഞാൻ മനസ്സിലാക്കുന്ന 800 കോടി രൂപയുണ്ട്. അങ്ങനെ 2500 കോടിയോളം രൂപ കേരളത്തിൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ചിലവാക്കാവുന്നതാണ്. അതിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇതിലൊക്കെ രാഷ്ട്രീയമായ തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയമായ മനുഷ്യത്വപരമായ തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. നമ്മളിതിൻ്റെ സാങ്കേതികത്വമൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഇതിൻ്റെ കേസും ഒക്കെ നടപ്പാക്കി പിന്നീട് ഒരു മാസ്റ്റർ പ്ലാനും അതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ ഉണ്ടാക്കി പലതരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെട്ട് കുറച്ചൊക്കെ പിടിച്ചു വാങ്ങി കുറച്ചൊക്കെ കയ്യിൽ നിന്ന് വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അവിടെയൊക്കെ കുട്ടികളുണ്ടല്ലോ. ഈ വീടുകളിൽ ഈ കുട്ടികളടക്കമുള്ള അവരുടെയൊക്കെ വിദ്യാഭ്യാസം എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ്? ഈ പോകുന്ന സമയത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് വരും തലമുറ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ വളരെ സുഖകരമായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സുഖകരമായ വീടുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യർ, നമ്മളെല്ലാവരും എന്താ പറയുക, ഹൃദയം ഇടുപ്പോടുകൂടി പറഞ്ഞല്ലോ, ഒറ്റക്കെട്ടായി നിന്ന് വയനാടിനെ അങ്ങ് സഹായിച്ച് കളയും. ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ണീർപ്പുഴ ഒഴുകുകയായിരുന്നു വയനാട്ടിൽ, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ. ആ കണ്ണീർപ്പുഴയൊക്കെ വളരെ പെട്ടെന്ന് അവസാനിച്ചു എന്ന് മാത്രമല്ല, ആ മനുഷ്യർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സാങ്കേതികത്വം പറഞ്ഞ് അവസാനിപ്പിക്കുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല ഇത്. ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നാളെ കോടതിയിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊരു വ്യക്തത വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ വ്യക്തതയിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കരുത്. വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് സാഹചര്യങ്ങളുള്ളത്. അതിനകത്ത് മുൻകൈ രണ്ട് സർക്കാരുകളും എടുക്കേണ്ടതുണ്ട്. അതെടുക്കാത്ത പക്ഷം വലിയ ജനകീയമായ പ്രതിഷേധങ്ങൾ രൂപപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പോലും ഞാൻ ഭയക്കുന്നു. കാരണം അത്രയേറെ അജിറ്റേറ്റഡ് ആണ് കേട്ടോ കേരളത്തിലെ ജനങ്ങൾ. ഈ മനുഷ്യർ അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതികത്വവും പറഞ്ഞിട്ട് കേസും വഴക്കുമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കേരളം അജിറ്റേറ്റഡ് ആണ്. കേരളത്തിൻ്റെ മനസ്സക്കാര്യത്തിൽ ഈ പറയുന്ന വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്. ആ മനസ്സിനെ കാണണം. എത്രയും പെട്ടെന്ന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് വയനാടിനെ വലയ്ക്കുന്നു എന്ന ചോദ്യത്തിൽ വയനാടിനെ വലച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ മറുപടി. Meet the editors.